തെറ്റി വരുന്ന ആൾക്കാരിൽ അഥവാ പീരീഡ്സ് ഇറഗുലർ ആയിട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് അഥവാ PCOD എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിസിൻസ് ഒന്നും ഇല്ലാതെ തന്നെ ചിലപ്പോൾ PCOD കറക്റ്റ് ആക്കാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയറ്റാണ്. ഡയറ്റിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ അതുപോലെ തന്നെ വൈറ്റ് ഷുഗർ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റിൽ മാക്സിമം കുറയ്ക്കേണ്ടത് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, അതുപോലെ ബേക്കറി സ്വീറ്റ്സ് ഇതുപോലുള്ള ആഹാരങ്ങളാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുകയും വേണം. ഡയറ്റ് പോലെ തന്നെ എക്സസൈസും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു 30 മിനിറ്റ് മുതൽ ഒരു 45 മിനിറ്റ് വരെ ഡെയിലി എന്തെങ്കിലും ഒരു രീതിയിലുള്ള എക്സസൈസ്, ഇപ്പം നടത്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ ഡാൻസിങ്, അല്ലെങ്കിൽ സൈക്ലിംഗ്, അല്ലെങ്കിൽ യോഗ, അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടുള്ള എക്സസൈസ്, ഏത് രീതിയിലുള്ളതായാലും ഡെയിലി ഒരു 30 മുതൽ ഒരു 45 മിനിറ്റ് വരെ റെഗുലറായിട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് സ്ട്രെസ്സ്. കാരണം പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ജോലി ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അവർക്ക് സ്ട്രെസ്സ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് PCOD ഉണ്ടെങ്കിൽ അവരെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് മെഡിറ്റേഷനോ യോഗയോ പോലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ സ്ലീപ്പിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. PCOD ഉള്ളവരിൽ ഒരു ഡെയിലി ഉള്ള ഒരു 6 മുതൽ 7 മണിക്കൂർ വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള രാത്രിയിലുള്ള ഉറക്കം തീർച്ചയായിട്ടും അവരുടെ ഹോർമോൺസ് കറക്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും.